എടോ റമളാനിലെ ഖത്തം ഓതണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ ഓതാൻ പറയും. ജിബ്രീൽ കേൾക്കും, നബി തങ്ങളെ കൊണ്ട് ഓദിപ്പിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഫിളായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി തങ്ങൾ അവിടെ നിന്ന് ഓതിക്കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്ന് കേൾക്കും. നബി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, എല്ലാ റമളാനിലും ജിബ്രീൽ വന്ന് കേൾക്കാറുണ്ട്. ജിബ്രീൽ ഒരു വട്ടമാണ് വന്ന് കേൾക്കാറ്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെന്റെ മരണം അടുത്തതിന്റെ അടയാളമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖത്തമോദണമെന്ന് ഇതിൽ കൂടുതൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ആ ഖുർആനിന്റെ വാർഷികം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ റമളാനിലെങ്കിലും എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര വലിയ പുണ്യമാ സഹോദര. ഇതിനെക്കാളും വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ ഏതു മാസമാവുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റമളാനിന്റെ മഹത്വം നമുക്കറിയണില്ല. റമളാനിന്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത്രയും വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് തരാം. അലിഫ് ലാം മീം 3 അക്ഷരമാണ്. അലിഫ് ലാം മീം 30 നന്മ കിട്ടുമെന്ന് നബിയിന റസൂലുള്ളാഹി നബിയിന റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിലെ 3 ഒരക്ഷരത്തിന് 10 നന്മയല്ലേ? ഒരക്ഷരത്തിന് 10 നന്മ അല്ലാഹു തരും. 3 അക്ഷരം അലിഫ് ലാം മീം. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അഅലം. അത്ര തന്നെ. അതിന്റെ അർത്ഥം അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഖുർആൻ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? ചങ്ങായിമാർ ഇങ്ങോട്ട് നോക്ക്. ഖുർആനിലെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? നിങ്ങളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഏതാ? അലിഫ്. ബഖറയിലെ 1-ാമത്തെ ആയത്ത് ഏതാ? അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ. ഇങ്ങനെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ. അല്ലാഹു പറഞ്ഞെന്തറിയോ? ഖുർആനിന്റെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം തന്നെ അല്ലാഹു അഅലം. അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതാണ് മനുഷ്യൻ. പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും ഖുർആൻ കൈകൊണ്ടെടുക്കാനാണ്. ഇനിയെങ്കിലും നമ്മൾ ഖുർആൻ കൈകൊണ്ടെടുക്കും. ഇപ്പൊ ഉംറയ്ക്ക് പോയി, അൽഹംദുലില്ലാ എൻ്റെ കൂടെ വന്നവരധികം പേർക്കും ഖുർആൻ പ്രസ്സിന് പോകാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ എനിക്ക് പോകാൻ പറ്റി. ഖുർആൻ കിട്ടി. ഒരെണ്ണം പോലും ഞാൻ എടുത്തില്ല. അവിടെ പോയ ഖുർആൻ എനിക്ക് ഒരുപാട് ഖുർആൻ കിട്ടി. ഒരെണ്ണം പോലും ഞാൻ എടുത്തില്ല. കിട്ടിയത് മൊത്തം എന്ത് ചെയ്ത് ഓതുന്നവർക്ക് കൊടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് അരമാരിക്കകത്ത് വെച്ചാൽ ഞാൻ കുടുങ്ങൂലേ? പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവന്ന് സൗദിയിൽ പോയിട്ട്, മക്കത്ത് പോയിട്ട്, മദീനത്ത് പോയിട്ട് ഒരു ഖുർആൻ കിട്ടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് വെക്കൽ ബറക്കത്ത, നന്മയാ. പക്ഷെ അത് വീടിനകത്ത് കൊണ്ട് വെച്ചിട്ട് തുറന്നു നോക്കാതിരുന്നാലോ? ഈ കാണുന്ന ആ ഡെസ്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഖുർആൻ മുഴുവനും കരയുകയാണ്. ജമാഅത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഉസ്താദെ 41 ലക്ഷം രൂപ വേണം, പണിക്കാരൻ പൈസ പറഞ്ഞു അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ബില്ല് വന്നു 41 ലക്ഷം രൂപ വേണം. ഇനി കൊടുത്താലേ മുന്നോട്ട് പണി കൊണ്ടുപോകാൻ പറ്റൂ. ഈ നാട്ടിലെ പ്രയാസമോ ബുദ്ധിമുട്ട് ആരെടുത്ത് വെച്ചാലും പൈസയില്ല. എങ്ങനെ വരാനാ സഹോദര? ആ നടുത്ത് നിരക്കി വെച്ചിരിക്കുന്നത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. റമളാനായിട്ട് ഒരു തുറക്കണില്ല. പരിശുദ്ധമായ റമളാൻ മാസമായിട്ട് പോലും നമ്മൾ ആ പരിശുദ്ധമായ ഖുർആൻ തുറന്നു ഓതണില്ലെങ്കിൽ ഇതവിടെ ഇരുന്ന് കരയും, അതവിടെ ഇരുന്ന് തേങ്ങും. ആ തേങ്ങൽ ഈ നാട്ടുകാരറിയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്നുകിൽ ഞാൻ പറയുന്നത് അതെടുത്ത് ഓതുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതാ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, അത് ആരെങ്കിലും എടുക്കണുണ്ട? ഈ ഇരിക്കണം മൈക്ക് സെറ്റിന്റെ മുകളിൽ ഇരിക്കണത്, അതിനിടയിൽ വലിയ ചെലന്തി വല ഉണ്ടോ നോക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് എടുക്കണില്ല, ഒന്ന് പൊടി തുടക്കണില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഉദാഹരണം പോയാൽ നാളെ അതൊക്കെ എടുത്തൊന്ന് തുടയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ അതേ വഴിയുള്ളൂ കേട്ടോ. ഒന്ന് തുടച്ചേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകണം. നിങ്ങൾ ആകെ വന്നൊരു വലിയ ഖുർആൻ എടുക്കണം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല മൂലയിരുന്ന് ഓതണം നിങ്ങളല്ല, ആ വാപ്പ മാത്രമേ നോന്ന കാണാം. ബാക്കിയൊക്കെ അവിടെ ഇരിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാണ് ഖുർആനിന്റെ കണ്ണുനീർ, ഖുർആനിന്റെ തേങ്ങൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ പറഞ്ഞു വന്നത്, ആ പരിശുദ്ധമായ ലക്ഷക്കണക്കിന് അള്ളാഹുവെ അവിടൊക്കെ വെച്ചിരിക്കുന്ന ഖുർആൻ, ഇത്ര ഖുർആൻ ജനങ്ങൾ ഓതുന്നറിയോ?
തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോൾ പോലും ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മനുഷ്യന്മാർ ഓതിക്കൊണ്ടിരിക്കുന്നു. പ്രായമുള്ളവർ ഇരുന്ന് ഖത്തം ഓതുന്ന രംഗം. അസറിന് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ തറാവീഹ് കഴിയുന്നത് വരെ ജനങ്ങൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക. സംസാരമൊന്നുമില്ല. അള്ളാഹുവെ പരിശുദ്ധമായ കഅബയ്ക്കകത്ത് സംസാരമല്ല, ഖുർആൻ ഓതലുകൾ നടക്കുന്നു. മക്കത്തും മദീനത്തും പരിശുദ്ധമായ ഖത്തം ഇങ്ങനെ ഓതി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 3 ഖത്തം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും 30 ദിവസം മനുഷ്യ 1 മണിക്കൂർ നിന്റെ ജീവിതത്തിൽ തപ്പിയെടുത്ത് ഓതുന്ന മനുഷ്യന് പോലും 1 മണിക്കൂർ മതി ഒരു ജുസു ഓതാൻ. 30 ദിവസം കൊണ്ട് 30 ജുസു ഓതി 1 ഖത്തമെങ്കിലും നമുക്ക് ഈ പരിശുദ്ധമായ റമളാനിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കാളും നഷ്ടവാളികൾ ആരാണ്? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും സഹോദര? നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും? നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയും? നമുക്ക് റമളാനിന്റെ മഹത്വം അറിയുന്നില്ല. നമുക്ക് ഈ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്കറിയാത്ത നമുക്കതിന്റെ മഹത്വം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ 2 ആൾക്കാർ, 2 സഹോദരങ്ങൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 2 ആൾക്കാർ കടന്നു വന്നു, ഒരുമിച്ച് മുസ്ലിമായി. ഇവർ 2 പേരും അള്ളാഹുവിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു ഒരുമിച്ച് മുസ്ലിമായി. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അതിലെ ഒരാൾ പെട്ടെന്നൊരു യുദ്ധക്കളത്തിലേക്ക്, രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായി. അതിലെ ഒരാൾ, 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയും 2 പേരും അദ്ദേഹത്തിന്റെ കൂടെയാ മുസ്ലിമായി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഇൽമു പഠിക്കാൻ പറഞ്ഞു വിട്ടു. അവിടെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പോയി. ഒരാളൊരു യുദ്ധം വന്നപ്പോ അദ്ദേഹം രണാങ്കണത്തിൽ പോയി ഷഹീദായി, അവിടെ നിന്ന് രക്തസാക്ഷിയായി. 2ാമത്തെ ആളോ 1 വർഷം കഴിഞ്ഞിട്ടാ മരണപ്പെട്ടത്. 1 വർഷം കഴിഞ്ഞു. സാധാരണ മരണപ്പെടുന്നത് പോലെ വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടന്നിട്ട് സാധാരണ മരണം. അങ്ങനെ ഇവർ 2 പേരും മരണപ്പെട്ടു. മഹാനായ മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 2 പേരും മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടു. മഹാനവറുകൾ പറയുന്നു, 2 കൂടപ്പിറപ്പുകളും മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം ഞാനിവരെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ എന്താ സ്വപ്നം കാണുന്നത്? നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹു ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിരിക്കുക. അങ്ങനെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 1 വർഷക്കാലം എന്റെ കൂടെ ജീവിച്ച് സാധാരണ രീതിയിൽ മരണപ്പെട്ട ആളെ വിളിച്ചിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദ്യം അദ്ദേഹത്തെയാണ് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. പിന്നെയാണ് ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അത്ഭുതം. പടച്ചവനെ, ഷഹീദല്ലേ ഒന്നാമത് സ്വർഗത്തിൽ പോകേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. പക്ഷെ ഇവിടെയാണെങ്കിൽ സാധാരണ രീതിയിൽ മനുഷ്യപ്പെട്ടവന് സ്വർഗം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബി രാവിലെ എഴുന്നേറ്റ് തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പലരോടും പറഞ്ഞു, കേട്ടവർ അത്ഭുതം, എന്തുകൊണ്ടാണ് പടച്ചവനെ ഇങ്ങനെ? അവസാനം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ എത്തിയപ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ കാണുന്നേ? നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ നിങ്ങൾ കാണുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ ഈ മനുഷ്യനെ കൊടുക്കാനുള്ള കാരണം, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിടാനുള്ള കാരണം, ആ മനുഷ്യൻ ഒരു റമളാൻ മാസം കിട്ടി. അൽഹംദുലില്ലാഹ്, ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുവാനും നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും സദക്ക കൊടുക്കാനും എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ആ മനുഷ്യന് ഒരു റമളാൻ കൊടുത്തു. ആ റമളാൻ കിട്ടിയത് കാരണമാണ് ആ ഷഹീദിന് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാരണമായത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളും വർഷം മുഴുവനും റമളാനായി
ഇല്ലാതായിരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ നമുക്ക് അൽഹംദുലില്ലാഹ് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്ക്. അൽഹംദുലില്ലാഹ് ഏത് പ്രതിസന്ധിയും നമ്മൾ പഠിക്കേണ്ടത് 4 ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കൾ ഒറ്റക്കെട്ടായിക്കൊണ്ടിരിക്കുകയാ. ഒന്ന് കഴിഞ്ഞു വീണ്ടും 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 അപവാദങ്ങളും പരിഹാസങ്ങളും ഈ ഉമ്മത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. വെറും കലാപങ്ങളും തമ്മിലടിയും പ്രശ്നങ്ങളുമല്ല, ക്ഷമിക്കാൻ പഠിക്കുക, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ പഠിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ